നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള 17ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. കൂടാതെ നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ അതൊക്കെ ഒന്ന് നന്നായിട്ട് കണ്ടു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്തായാലും കൂട്ടുകാരെ എക്സാമിന് അത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ക്ലാസ് ഇട്ടിട്ട്, ഏകദേശം ഒരു മാസത്തോളമായി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ കേട്ട് നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശൈശവകാല പരിരക്ഷയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് പരിചരണ സേവനത്തിൻ്റെ കാതലായ തത്വങ്ങൾ, അതുപോലെ തന്നെ ശൈശവകാല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നെടുന്തൂണുകൾ. അതിൽ വരുന്നത് രോഗപ്രതിരോധം, വളർച്ചാ നിരീക്ഷണം, പോഷകാഹാരം, ശുദ്ധജലവും ശുചിത്വ സൗകര്യങ്ങളും, ആരോഗ്യ പരിശോധന, അപായരഹിത പശ്ചാത്തലം, കായിക പ്രവർത്തനങ്ങൾ, ആരോഗ്യകരമായ ശീലങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. എന്തുകൊണ്ടായിരിക്കാം കുട്ടികളുടെ അവകാശ പ്രഖ്യാപനത്തിൽ പ്രഥമ പരിഗണന ശിശുക്കളുടെ അതിജീവനം, വളർച്ച, സുരക്ഷിതത്വം എന്നിവയ്ക്ക് നൽകാൻ കാരണം എന്തായിരിക്കും? അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ അവകാശ പ്രഖ്യാപനത്തിൽ എന്തിനു മുൻഗണന കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പ്രഥമമായിട്ടുള്ള സ്ഥാനം കൊടുത്തിരിക്കുന്നത്? അതിജീവനം, വളർച്ച, സുരക്ഷിതത്വം എന്നിവയ്ക്ക് പ്രഥമ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഈ 3 ഘടകങ്ങൾ, അതായത് ഏതൊക്കെ കാര്യങ്ങൾ? അതിജീവനം, വളർച്ച, സുരക്ഷിതത്വം. ഈ 3 ഘടകങ്ങളും ഉറപ്പുവരുത്താൻ കഴിയണമെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയും വികാസവും സാധ്യമാകത്തക്ക വിധം ആരോഗ്യ പരിരക്ഷയും പോഷക ആഹാരവും ശാരീരിക വൈകാരിക സുരക്ഷിതത്വവും സാധ്യമാക്കണം. എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് നമ്മുടെ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിനും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അതിനായിട്ട് അതിജീവനം, വളർച്ച, സുരക്ഷിതത്വം എന്നീ 3 ഘടകങ്ങൾക്കാണ് കുട്ടികളുടെ അവകാശ പ്രഖ്യാപനത്തിൽ എന്ത് കൊടുത്തിരിക്കുന്നത്? മുൻഗണന കൊടുത്തിരിക്കുന്നത്. അത് ഉറപ്പുവരുത്തണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? അതായത് കുട്ടിയുടെ ആരോഗ്യ പരിരക്ഷയും പോഷകാഹാരവും, അതായത് കുട്ടിക്ക് എന്ത് കിട്ടണം? നല്ല ആരോഗ്യ പരിരക്ഷ കിട്ടണം, പോഷകാഹാരങ്ങൾ കിട്ടണം, അതുപോലെ തന്നെ ശാരീരിക വൈകാരിക സുരക്ഷിതത്വം സാധ്യമാക്കണം. ഈ കാര്യങ്ങൾ പ്രീ സ്കൂളിൽ ഒരുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പരിരക്ഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനാണ് പഠനത്തിലും വികസനത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. ഇനി ആരോഗ്യം കുറഞ്ഞ കുഞ്ഞിന് പഠനത്തിൻ്റെ വികസനത്തിൽ എന്ത് സംഭവിക്കും? വളരെയധികം പിന്നോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് എന്തായിരിക്കണം? നല്ല ആരോഗ്യം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾക്കുണ്ടാകുന്ന മാരക രോഗങ്ങളും വൈകല്യങ്ങളും മരണവും കുടുംബത്തിനും രാഷ്ട്രത്തിനും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. 3നും 6നും മധ്യേയുള്ള പ്രായം ദ്രുതഗതിയിലുള്ള ശാരീരിക വളർച്ചയുടെയും തലച്ചോറിൻ്റെ വികാസത്തിൻ്റെയും കാലഘട്ടമാണ്. അതായത് ആ പ്രീ സ്കൂളിൽ പോകുന്ന കാലഘട്ടം, 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറയുന്നത്, അതായത് ആ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരും അല്ലേ. അപ്പോൾ ദ്രുതഗതിയിലുള്ള വളർച്ചയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ വികാസത്തിൻ്റെയും കാലഘട്ടമാണ് ഈ 3 വയസ്സിനും 6 വയസ്സിനും മധ്യയുള്ള പ്രായം. ഇവ രണ്ടിനെയും പരിപോഷിപ്പിക്കുന്നതിന് എന്ത് വേണം? പോഷകാഹാരവും അതുപോലെ തന്നെ എന്തുണ്ടാവാൻ പാടില്ല? രോഗവിമുക്തവും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കേന്ദ്രങ്ങളിൽ പരിരക്ഷാ സേവനം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പരിരക്ഷാ സേവനത്തിൻ്റെ തത്വങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ വളർച്ച എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു തുടർ പ്രക്രിയയാണ്. അപ്പം അതിന് ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ഓരോ ഘട്ടത്തിനും എന്തുണ്ടായിരിക്കും? ഓരോ ക്രമത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ശിശുക്കളുടെ വളർച്ച, ആരോഗ്യം, പോഷണം, വിദ്യാഭ്യാസം എന്നിവ എങ്ങനെയായിരിക്കും? പരസ്പര ബന്ധിതമായിട്ടായിരിക്കും കിടക്കുന്നത്. ശിശുക്കളുടെ വളർച്ച, അതുപോലെ തന്നെ ആരോഗ്യം, പോഷണം, വിദ്യാഭ്യാസം എന്നിവ എങ്ങനെയായിരിക്കും കിടക്കുക? പരസ്പര ബന്ധിതമായിട്ടാണ് കിടക്കുന്നത്. ശിശുക്കളുടെ മാതാപിതാക്കൾ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോഴും ശിശുക്കളുടെ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പരിരക്ഷാ സേവനങ്ങൾ സഹായകമാകും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശൈശവകാല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നെടുംതൂണുകൾ.
ഏതൊക്കെയാണ് നെടുംതൂണുകളായിട്ട് വരുന്നത്? രോഗപ്രതിരോധം, വളർച്ചാ നിരീക്ഷണം, പോഷകാഹാരം, ശുദ്ധജലവും ശുചിത്വ സൗകര്യങ്ങളും, ആരോഗ്യ പരിശോധനയും ഇടപെടലുകളും, അപായരഹിത പശ്ചാത്തലം, കായിക പ്രവർത്തനങ്ങൾ, ആരോഗ്യകരമായ ശീലങ്ങളും ദൈനംദിന ജീവിത നൈപുണ്യങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ കുറിച്ചിട്ട് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രോഗപ്രതിരോധത്തെ കുറിച്ചിട്ടാണ്. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനുകളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ മാരകമായ രോഗങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ന്യൂനപോഷണ രോഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ബാധിക്കും. അതുകൊണ്ട് തന്നെ സാർവത്രിക രോഗപ്രതിരോധ പരിപാടി മുഖേന ലഭിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ നിശ്ചിത സമയങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ പ്രതിരോധ ഔഷധ ചികിത്സ എന്ന നിലയിൽ വൈറ്റമിൻ എ, അയൺ ഗുളിക എന്നിവയും കുട്ടിക്ക് ഉറപ്പാക്കണം. ഇപ്പം നമ്മൾ 6 മാസം കൂടുമ്പോൾ എന്ത് കൊടുക്കണം കുഞ്ഞിന്? വൈറ്റമിൻ എ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യഥാസമയങ്ങളിൽ വിരയിളക്കത്തിനുള്ള ഔഷധങ്ങളും നൽകുന്നതിന് പ്രേരണ നൽകണം. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? രോഗപ്രതിരോധത്തിൽ വരുന്നത്. അതായത് വാക്സിനേഷനൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഇനി അടുത്തതാണ് വളർച്ചാ നിരീക്ഷണം. ശിശുക്കളുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന സൂചകം ഏതായിരിക്കും? വളർച്ചയാണ് അല്ലേ. ശിശുക്കളുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന സൂചകം എന്താണ്? വളർച്ചയാണ്. ശിശുക്കൾക്ക് നിശ്ചിത വളർച്ചാ സൂചകം, അതായത് ബോഡി മാസ് ഇൻഡെക്സ് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ തൂക്കം എത്രയാണെന്ന് തിട്ടപ്പെടുത്തി WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപപ്പെടുത്തിയിട്ടുള്ള വളർച്ചാ ചാർട്ടുമായി തട്ടിച്ചു നോക്കിയാൽ പോഷകാരോഗ്യ നിലവാരം നിർണ്ണയിക്കാനാകും. ഓരോ കുട്ടിയുടെയും തൂക്കവും പൊക്കവും 3 മാസത്തിലൊരിക്കൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്രകാരം ലഭിച്ച വിവരങ്ങൾ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് പരിഹാര നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇപ്പം നമുക്ക് 6 മാസം ആവുമ്പോൾ മുതൽ അംഗനവാടികളിൽ കൊണ്ടുപോയി കുഞ്ഞിന് അംഗനവാടിയിൽ നമുക്ക് പോഷകാഹാരമൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റും ഹൈറ്റും നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് എന്തിൽ വരുന്നത്? വളർച്ചാ നിരീക്ഷണത്തിൽ വരുന്നത്. അപ്പോൾ കുഞ്ഞിന് കറക്റ്റായിട്ടുള്ള വെയിറ്റും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പൊക്കവും ഉണ്ടോ, ആ പൊക്കത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് കുഞ്ഞിൻ്റെ കറക്റ്റായിട്ടുള്ള വളർച്ച സാധ്യമാകുള്ളൂ. ഇനി അടുത്തതാണ് പോഷകാഹാരം. പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലം പല കുഞ്ഞുങ്ങൾക്കും പല രോഗങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപോഷണ രോഗങ്ങൾ ഇന്നും തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ മുഴുവൻ കുട്ടികൾക്കും പോഷക സമൃദ്ധമായ ഉച്ചഭക്ഷണം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ രക്ഷാകർതൃ യോഗങ്ങളിൽ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകേണ്ടതുമാണ്. രസകരമായ പാട്ടുകൾ പാടിയും പാവനാടകങ്ങൾ നടത്തിയും പോഷക സമൃദ്ധമായ നാടൻ ഭക്ഷണത്തിലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കേണ്ടതാണ്. ഇത്രയും മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. കുഞ്ഞിന് എന്ത് കൊടുക്കണം? സമീകൃത ആഹാരം കൊടുക്കണം. അടുത്തതാണ് ശുദ്ധജലവും ശുചിത്വ സൗകര്യങ്ങളും. ജലത്തിലൂടെ ഒരുപാട് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളമോ ശുദ്ധീകരിച്ച വെള്ളമോ കൊടുക്കണം. കുട്ടികൾക്ക് വെള്ളം കുടിക്കാനുള്ള ശുചിയായ പാത്രങ്ങൾ ഉണ്ടായിരിക്കണം. സ്ഥാപനത്തിലെ കിണറുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കുട്ടികളുടെ ഉയരത്തിനനുസരിച്ച് കൈ കഴുകാനുള്ള സൗകര്യങ്ങളും അഴുക്കുവെള്ളം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം. ടോയ്ലറ്റുകൾ ജലലഭ്യതയുള്ളതും ശിശു സൗഹാർദ്ദപരവും വൃത്തിയുള്ളതുമായിരിക്കണം. കൈ വൃത്തിയാക്കുന്നതിന് സോപ്പും കൈ തുടയ്ക്കുന്നതിന് ടവലും ലഭ്യമായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? ശുദ്ധജലവും ശുചിത്വ സൗകര്യങ്ങളും വരുന്നത് എന്താണ്? അതായത് കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കാവൂ? തിളപ്പിച്ചാറ്റിയ വെള്ളമോ അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളമോ കൊടുക്കാവൂ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ജലത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം അതുപോലെ തന്നെ ശുചീകരിച്ച വെള്ളം മാത്രമേ കൊടുക്കാവൂ. അതുപോലെ തന്നെ എന്തും കൂടി വേണം? നല്ല വൃത്തിയുള്ള പാത്രങ്ങളായിരിക്കണം. അതുപോലെ തന്നെ കിണറുകളുടെ കാര്യങ്ങളൊക്കെ, കിണറിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തണം. ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കൈ കഴുകാനുള്ള സൗകര്യങ്ങളും അഴുക്കുവെള്ളം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ടോയ്ലറ്റിൽ ജലലഭ്യതയും ശിശു സൗഹാർദ്ദപരവും വൃത്തിയുള്ളതും ആയിരിക്കണം. കൈയൊക്കെ കഴുകാനായിട്ട് എന്തും കൂടി കൊടുക്കണം? സോപ്പും അതുപോലെ തന്നെ കൈ തുടയ്ക്കുന്നതിന് ടൗലും ഒക്കെ ലഭ്യമായിരിക്കണം. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ആരോഗ്യ പരിശോധന.
കുട്ടികൾക്ക് വർഷത്തിൽ 2 തവണയെങ്കിലും ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഒന്നെങ്കിൽ സ്കൂളിൽ ആരോഗ്യ പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ അംഗനവാടി ആരോഗ്യ പരിശോധന എന്നീ സംവിധാനങ്ങൾ വഴിയോ അല്ലെങ്കിൽ പൊതു പങ്കാളിത്തത്തോടെ കുട്ടികളുടെ ആരോഗ്യ പരിശോധന ഉറപ്പുവരുത്തേണ്ടതാണ്. കണ്ണ്, പല്ല്, ചെവി, ത്വക്ക്, വായ്, മൂക്ക് എന്നിവയുടെ പരിശോധനയും വൈദ്യശാസ്ത്രപരമായ പരിശോധനകളും ഉൾപ്പെടുത്തേണ്ടതാണ്. എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമായിരിക്കണം. അടുത്ത ടോപ്പിക്കാണ് അപായരഹിത പശ്ചാത്തലം. പ്രീ സ്കൂൾ കെട്ടിടം എപ്പോഴും എങ്ങനെയായിരിക്കണം? തടസ്സ വിമുക്തമായ രീതിയിൽ വേണം നിർമ്മിക്കേണ്ടത്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പൊക്കം കൂടിയ ചവിട്ടുപടികൾ പാടില്ല, അതുപോലെ തന്നെ വാതിൽ പടികൾ, കൂർത്ത കളി ഉപകരണങ്ങൾ, കുട്ടികൾക്ക് തൊടാൻ കഴിയും വിധമുള്ള വൈദ്യുത സ്വിച്ചുകൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. സ്കൂൾ പരിസരത്ത് തുറസായ ജലസംഭരണികളോ കുഴികളോ ഒന്നും പാടില്ല. സ്കൂൾ ഗേറ്റ് അടച്ചിടാൻ ശ്രദ്ധിക്കണം. അടുക്കള അരവാതിൽ വച്ച് ഭദ്രമായി അടയ്ക്കുന്നതാണ് ഉചിതം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒഴിവാക്കാം? അപകടങ്ങൾ ഒഴിവാക്കാം. ഇനി അടുത്തതാണ് കായിക പ്രവർത്തനങ്ങൾ. കുട്ടികളുടെ ആരോഗ്യത്തിനും നാഡീവ്യൂഹ വളർച്ചയ്ക്കും ആന്തര അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പേശി ദൃഢതയ്ക്കും കായിക പ്രവർത്തനം അനിവാര്യമാണ്. പിൽക്കാലത്ത് ശാരീരിക നൈപുണ്യങ്ങൾ ആർജിക്കുന്നതിലും ശക്തി നേടുന്നതിനും കായിക പ്രവർത്തനം കുഞ്ഞുങ്ങളെ സഹായിക്കും. നമ്മുടെ കുട്ടികളുടെ ഫിറ്റ്നസ് കുറഞ്ഞു വരുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വളർന്നു വരുന്ന അലസതയ്ക്കും അതുപോലെ തന്നെ പ്രവൃത്തി വിമുഖതകൾക്കും പ്രധാന കാരണം ശൈശവകാലത്തെ കായിക പ്രവർത്തനങ്ങളുടെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം? കായിക പ്രവർത്തനങ്ങൾ കൊടുക്കണം. പുറത്ത് കളിക്കാനായിട്ട് വിടണം. അതുപോലെ തന്നെ കായിക മത്സരങ്ങളിലും തോട്ട നിർമ്മാണം, പ്രകൃതി നടത്തം തുടങ്ങിയതിലൊക്കെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? കുട്ടികളുടെ ആരോഗ്യം അതുപോലെ തന്നെ നാഡീവ്യൂഹ വളർച്ചയ്ക്കും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പേശി ദൃഢതയ്ക്കും കാരണമാകുള്ളൂ. ഇതെല്ലാം കറക്റ്റായിട്ട് വരണമെങ്കിൽ എന്ത് വേണം? കായിക പ്രവർത്തനം അത്യാവശ്യമാണ്. കായിക പ്രവർത്തനം ഒന്നുമില്ല, ഫിറ്റ്നസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫിറ്റ്നസ് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും? വളരെയധികം മടിയന്മാരും അലസന്മാരായിട്ട് വരും. ഇപ്പം നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണുന്നുണ്ടല്ലേ, കുഞ്ഞുങ്ങൾക്കൊരു മൊബൈലും കൊടുത്ത് അവിടെ അങ്ങ് ഇരിക്കും. കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തി ഇങ്ങനെ ഒരുപാട് സമയം അങ്ങനെ ചിലവഴിക്കും. എപ്പോഴും അവരിങ്ങനെ മടിയന്മാരായിട്ടാണ് ഇരിക്കുള്ളൂ. അല്ലാതെ ആ മൊബൈൽ അങ്ങ് മാറ്റി വെച്ചിട്ട് അവരെ പറമ്പിലൂടെ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിയിലേക്ക് വിടാനോ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ എന്തായിരിക്കും? വളരെയധികം ഊർജ്ജസ്വലരായിട്ട് കാണപ്പെടും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആരോഗ്യകരമായ ശീലങ്ങളെ കുറിച്ചിട്ടാണ്. കുട്ടികളെ കുഞ്ഞിലേ മുതൽ നമ്മൾ നല്ല ആരോഗ്യശീലങ്ങൾ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്. നല്ല ആരോഗ്യശീലങ്ങൾ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന, അതായത് മുതിർന്നവർ കാണിച്ചു കൊടുക്കുന്ന പെരുമാറ്റം, അവരുടെ മുതിർന്ന ആളുകളുടെ പെരുമാറ്റവും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു അത് അനുകരിക്കലായിരിക്കും ആരുടെ പരിപാടി? നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടി. അപ്പം നമ്മൾ മുതിർന്നവർക്ക് നല്ല വൃത്തിയും വെടുപ്പും ആരോഗ്യശീലങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കും? കുഞ്ഞുങ്ങൾ കണ്ടത് പഠിക്കുകയും അത് അനുകരിക്കുകയും അത് ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യും. ആസൂത്രിത പ്രവർത്തനങ്ങൾ, ഭക്ഷണ ക്രമീകരണം, ദൈനംദിന ചുമതല എന്നിവ വഴിയും ആംഗ്യപ്പാട്ട്, റോൾ പ്ലേ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴിയും കുഞ്ഞുങ്ങളെ ആരോഗ്യശീലങ്ങൾ വികസിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശൈശവകാല ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നെടും തൂണുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വികസന വ്യതിയാനമുള്ള കുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധ. ഈ ഒരു ടോപ്പിക്കിൽ എന്തായിരിക്കും വരിക? അതായത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ലഘുവൈകല്യമുള്ളവർ, ഭാഷാപരമായ വ്യത്യാസമുള്ള കുട്ടികൾ തുടങ്ങിയവർക്ക് ആരുടെ സഹായം വേണം? അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ പ്രോത്സാഹനവും വേണം. അതുകൊണ്ട് തന്നെ അധ്യാപകർ കൂടുതൽ താല്പര്യപൂർവ്വം തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. അവരെ മറ്റു കുട്ടികളിൽ ഒരാളാക്കാനും എല്ലാ കുട്ടികളുടെയും കൂട്ടുകാരാക്കാനും സഹപാഠികളുടെ സഹായം ലഭ്യമാക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇതോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ, അതായത് വയ്യാത്ത കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിദഗ്ധരുടെ ശ്രദ്ധയും സാധ്യമായ മറ്റ് ഇടപെടലുകളൊക്കെ ഉറപ്പാക്കുകയും വേണം. അതുപോലെ തന്നെ സാമൂഹികവും സാംസ്കാരികവും കുടുംബപരവുമായ പരിസ്ഥിതി മൂലം അവഗണിക്കപ്പെടാവുന്ന കുട്ടികൾക്ക് മതിയായ സ്നേഹവും പരിഗണനയും നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് സന്തോഷകരമായ ജീവിതത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? അതായത് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്? ശരീരം, മനസ്സ്, ഹൃദയം.
ഹൃദയം അല്ലെങ്കിൽ വികാരം എന്നീ 3 ഘടകങ്ങൾക്ക് ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതായത് ബോഡി, മൈൻഡ് ആൻഡ് ഹേർട്ട്. ഓർത്തിരിക്കാം, സന്തോഷകരമായ ജീവിതത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ബോഡി, മൈൻഡ് ആൻഡ് ഹേർട്ട്, ശരീരം, മനസ്സ്, ഹൃദയം എന്നിവയ്ക്ക് എന്ത് കൊടുക്കണം? ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ ഭക്ഷണം, രോഗശാന്തി പ്രവർത്തനം, മലമൂത്ര വിസർജനം, ശാസനകളിൽ നിന്ന് ഒഴിവാക്കൽ, മനസന്തോഷം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കം, വിനോദം, വിശ്രമം, റെസ്റ്റ്, റിക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ എന്നിവ സ്വസ്ഥതയ്ക്ക് അനിവാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്വസ്ഥതയ്ക്ക് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ? ഉറക്കം, വിനോദം, വിശ്രമം, റെസ്റ്റ്, റിക്രിയേഷൻ ആൻഡ് റിലാക്സേഷൻ. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് ഊന്നൽ നൽകേണ്ട പരിരക്ഷണ മേഖലകൾ. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശിശു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ്. കുട്ടിയുടെ സഹജമായ കഴിവുകളെ വികസിപ്പിക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? കുട്ടിയുടെ സഹജമായ കഴിവുകളെ വികസിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? വിദ്യാഭ്യാസമാണല്ലേ. സാമൂഹികമായ പുരോഗതിക്കും പരിപ്രവർത്തനത്തിനുമുള്ള ശക്തമായ ഉപാധിയാണ് വിദ്യാഭ്യാസം. അപ്പോൾ എന്തായിരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിനു വേണ്ടി വ്യക്തിയുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? മെച്ചപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിനു വേണ്ടി വ്യക്തിയുടെ സമഗ്രമായ വികാസം സാധ്യമാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇനി ഇതുവഴി എന്തായിരിക്കും സംഭവിക്കുക? സുസ്ഥിര വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് യോജിച്ച അറിവും നിപുണതയും മനോഭാവവും മൂല്യങ്ങളും ആർജിക്കുവാൻ വ്യക്തികൾ പ്രാപ്തരാകുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം ഏതാണ്? 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ പ്രായത്തിൽ അവർക്ക് വേണ്ടത്ര അനുഭവങ്ങൾ പ്രദാനം ചെയ്താൽ മാത്രമേ സർവോന്മുഖമായ വികാസം സാധ്യമാകുകയുള്ളൂ. ഈ പ്രായത്തിലെ വികാസമാകട്ടെ സമസ്ത മേഖലകളുടെയും വികാസത്തിന് അടിത്തറ പാകുകയും ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവെന്ന് പറയുന്നത് 6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം? നല്ല വിദ്യാഭ്യാസവും നല്ല മൂല്യാധിഷ്ഠിത കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നേടുന്ന വിദ്യാഭ്യാസമായിരിക്കും ആ കുഞ്ഞിൻ്റെ സമസ്ത മേഖലകളുടെയും വികാസത്തിന് അടിത്തറ പാകുന്നത്. ഇനി അടുത്തത് ശിശു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ. ശൈശവകാല വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശിശുവിൻ്റെ സർവോന്മുഖമായ വികാസമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ശൈശവകാല വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ശിശുവിൻ്റെ സർവോന്മുഖമായ വികാസം. ഇനി ഈ ഒരു ശൈശവകാല വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശിശുക്കളുടെ ശാരീരിക ആരോഗ്യവും പേശി ചാലക ഏകോപനവും ചാലക നൈപുണ്യങ്ങളും വികസിപ്പിക്കുക. എന്താണ്? ശിശുക്കളുടെ ശാരീരിക ആരോഗ്യവും പേശി ചാലക ഏകോപനവും ചാലക നൈപുണ്യങ്ങളും വികസിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം നല്ല ആരോഗ്യശീലങ്ങളും ദിനചര്യകളും പാലിക്കുന്നതിനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. മൂന്നാമത്തെ അഭിലഷണീയമായ സാമൂഹ്യ മനോഭാവങ്ങളും ചര്യകളും മൂല്യങ്ങളും വളർത്തുന്നതിനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധരാക്കുകയും ചെയ്യുക. എന്താണ് പറഞ്ഞത്? അഭിലഷണീയമായ സാമൂഹ്യ മനോഭാവങ്ങളും ചര്യകളും മൂല്യങ്ങളും വളർത്തുന്നതിനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധരാക്കുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റ് സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും ഉചിതമായി പ്രകടിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വൈകാരിക വികാസം ഉറപ്പുവരുത്തുക. അടുത്തത് ശിശുക്കളിൽ സൗന്ദര്യാസ്വാദന ശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുക. ശിശുക്കളിലെ വൈജ്ഞാനിക ജിജ്ഞാസയെ പ്രചോദിപ്പിക്കുക വഴി സ്വന്തം ജീവിത പരിസരത്തെ നിരീക്ഷിക്കാനും താരതമ്യം ചെയ്യാനും തരം തിരിച്ചു മനസ്സിലാക്കാനും മറ്റുമുള്ള ശേഷി വളർത്തുക. അടുത്തത് ശിശുക്കളിലെ സ്വാതന്ത്ര്യബോധവും ക്രിയാത്മകതയും സ്വയം പ്രകാശനത്തിനുമുള്ള കഴിവുകളും വികസിപ്പിക്കുക.
അടുത്തത് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും സ്വന്തം സംവേദനങ്ങളെയും ചിന്തകളെയും മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധം പറഞ്ഞും അഭിനയിച്ചും മറ്റും പ്രകടിപ്പിക്കാനുള്ള ശേഷികൾ വികസിപ്പിക്കുക. അടുത്തത് പ്രാക് ലേഖന ഗണിത പ്രവർത്തനങ്ങളിലൂടെ ഔപചാരിക പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശിശുക്കളെ സജ്ജരാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശിശു വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത്, അല്ലെങ്കിൽ ശൈശവകാല വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞ് ആർജിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക. മുതിർന്നവരെ പോലെ ആയിരിക്കില്ല പെരുമാറുന്നത്. അവരുടെ അതായത് മുതിർന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് പെരുമാറാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? അതായത് ശിശുവിൻ്റെ പ്രകൃതത്തെ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നാം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കുഞ്ഞുങ്ങളോട് പെരുമാറാനായിട്ട്. അങ്ങനെ നമ്മൾ ശിശുവിൻ്റെ പ്രകൃതവും അതിൻ്റെ സാധ്യതകളും അറിയുന്നത് ശിശുവിൻ്റെ വികാസത്തിന് അനുഗുണമായി പെരുമാറുന്നതിനും പഠന പശ്ചാത്തലം ഒരുക്കുന്നതിനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സഹായകമാകും. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ശിശു മനഃശാസ്ത്രജ്ഞന്മാർ ഗവേഷണ പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ പ്രീ സ്കൂൾ തലത്തിലെ കുഞ്ഞുങ്ങളുടെ പൊതുപ്രാകൃതം എന്താണെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം, അംഗീകാരം, സുരക്ഷിതത്വം എന്നിവയ്ക്കുള്ള ആഗ്രഹം. എന്താണ് ആദ്യത്തെ കാര്യം? സ്നേഹം, അംഗീകാരം, സുരക്ഷിതത്വം എന്നിവയ്ക്കുള്ള ആഗ്രഹം. രണ്ടാമത്തത് എപ്പോഴും പ്രവർത്തന നിരതരാകാനുള്ള വ്യഗ്രത. 3, ഞാൻ എൻ്റേത് എന്ന വിചാരം. എന്താണ് ഞാൻ എൻ്റേത് എന്ന വിചാരം? അടുത്തത് ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം. അടുത്തത് അനുകരണ വാസന. അടുത്ത പോയിന്റ് അളവറ്റ ജിജ്ഞാസ. അടുത്തത് ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത. ആഗ്രഹം സാധ്യമായെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധ പ്രകടനം. ശ്രദ്ധാദൈർഘ്യക്കുറവ്. പിന്നെയോ സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള താല്പര്യം. ചലനാത്മകത. ഭാവനാ ലോകത്തിൽ വിഹരിക്കാനുള്ള താല്പര്യം. വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള ഇഷ്ടം. സ്വതന്ത്രമായി ചിന്തിക്കാനും ഭയരഹിതമായി അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുമുള്ള താല്പര്യം. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ഇത്രയും കാര്യങ്ങളാണ് ശിശുക്കളുടെ പൊതുവായിട്ടുള്ള പ്രകൃതത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ്? സ്നേഹം, അംഗീകാരം, സുരക്ഷിതത്വം എന്നിവയ്ക്കുള്ള ആഗ്രഹം, എപ്പോഴും പ്രവർത്തന നിരതരാകുന്നതിനുള്ള വ്യഗ്രത, ഞാൻ എൻ്റേതെന്ന വിചാരം, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം, അനുകരണ വാസന, അളവറ്റ ജിജ്ഞാസ, ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രത, ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധ പ്രകടനം. പിന്നെയോ ശ്രദ്ധാദൈർഘ്യക്കുറവ്. സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള താല്പര്യം. അടുത്തത് ചലനാത്മകത. ഭാവനാ ലോകത്തിൽ വിഹരിക്കാനുള്ള താല്പര്യം. വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള ഇഷ്ടം. സ്വതന്ത്രമായി ചിന്തിക്കുവാനും അതുപോലെ തന്നെ ഭയരഹിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള താല്പര്യം. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ്. ഇത്രയും കാര്യങ്ങളാണ് ശിശുക്കളുടെ പൊതുവായിട്ടുള്ള പ്രകൃതം. ഇനി പഠനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പഠനം എന്നതുകൊണ്ട് അതായത് ഒരു വ്യക്തി തൻ്റെ പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി അറിവിലും നിപുണതയിലും മനോഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പഠനമെന്ന് വിളിക്കുന്നത്. പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി തൻ്റെ പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിൻ്റെ ഫലമായി അറിവിലും നിപുണതയിലും മനോഭാവത്തിലും ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പഠനമെന്ന് പറയാം. പഠനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് സാമൂഹികവും സാംസ്കാരികവുമായ ചുറ്റുപാടിലൂടെയാണ് പഠനം സാധ്യമാകുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ നിരന്തരമായി നടക്കുന്ന പ്രക്രിയയാണ്. ശൈശവത്തെ സവിശേഷമായ ഒരു ജീവിത അവസ്ഥയായി കണ്ടുകൊണ്ട് ശിശുവിൻ്റെ സമഗ്രമായ വികാസത്തെ പരിപോഷിക്കുക എന്നതാണ് ശൈശവകാലത്തെ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൈശവകാലത്തെ പഠനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊരു നിരന്തരമായ പ്രവർത്തനമാണ്. ജനനം മുതൽ മരണം വരെ നിരന്തരമായി നടക്കുന്നൊരു പ്രക്രിയയാണ് പഠനം. ശൈശവകാലത്തെ സവിശേഷമായ ഒരു ജീവിതാവസ്ഥയായി കണ്ടുകൊണ്ട് ശിശുവിൻ്റെ സമഗ്രമായ വികാസത്തെ പരിപോഷിക്കുക എന്നതാണ് ശൈശവകാലത്തെ പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ പഠനം എന്നതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് പഠനം എന്നാൽ സ്വാഭാവികവും നിരന്തരവുമായൊരു പ്രക്രിയയാണ്. എന്താണ് പഠനം എന്നാൽ? സ്വാഭാവികവും നിരന്തരവുമായൊരു പ്രക്രിയയാണ്. പഠിതാവിൻ്റെ താല്പര്യമനുസരിച്ച് നടക്കുന്നു. പിന്നെയോ ശിശു പരിസരവുമായി ഇടപെട്ടുകൊണ്ട് അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അറിവുകൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയുടെ ഭാഗമായി പലതരം നൈപുണ്യങ്ങളും മൂല്യങ്ങളും അവരിൽ വളർന്നു വരുന്നു. സംഘം ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ പഠനത്തെ ഫലപ്രദമാക്കുന്നു. സാമൂഹികവും സാംസ്കാരികവും ജീവശാസ്ത്രപരവുമായ ഘടകങ്ങൾ അതിനെ നന്നായി സ്വാധീനിക്കുന്നു. എന്താണ് പഠനം എന്ന് പറഞ്ഞാൽ? സ്വാഭാവികമായിട്ടും നിരന്തരമായിട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പഠിതാവിൻ്റെ താല്പര്യം, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ച വല്ലതും നടക്കുമോ? ഇല്ല. പഠിക്കുന്ന ആളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ നടക്കത്തുള്ളൂ. പിന്നെയോ പരിസരവുമായിട്ട് ഇടപെട്ടുകൊണ്ട് അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയാണ് എന്ത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നിർമ്മിക്കുന്നത്? അറിവുകൾ നിർമ്മിക്കുന്നത്. പിന്നെ സംഘമായിട്ട് ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പഠനം ഫലപ്രദമാകും. പിന്നെയോ സാംസ്കാരികവും അതുപോലെ തന്നെ സാമൂഹികവും ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ പഠനത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ശൈശവകാല പഠനത്തെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.